കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ക്രാഷ് ഗാർഡ് വേലി 0 ചിലവാക്കിയിരിക്കുന്നത്, കന്മതിൽ 0, റെയിൽവേലി 0, ചുറ്റുമതിൽ 0, ഇരുമ്പ് വേലി 0. ഒരു കാര്യത്തിലും പൈസ മുടക്കുന്നില്ല സാർ, ഒരു കാര്യത്തിലും പൈസ മുടക്കുന്നില്ല. 2023-24 ചെലവഴിച്ച തുക 3.1 കോടിയായി ചുരുങ്ങി. പല കാർഷിക മേഖലകളിലും വ്യാപകമായ ഭീതിയാണ്. അതിൻ്റെ പുറകെ ഈ പറഞ്ഞതുപോലെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് ഭീതി വളർത്തുന്നത്? എന്തിനാണ് ശത്രുക്കളായി കാണുന്നത് കർഷകരെ? ഈ മലയോരത്ത് ജീവിക്കുന്ന ആളുകൾ വനസംരക്ഷണത്തിൻ്റെ ശത്രുക്കളായി കാണരുത്. ഞാനിപ്പോഴും പറയും, നിങ്ങൾ പണ്ട് EFL കൊണ്ടുവന്നതാണ് ഈ കാർഷിക മേഖലയിലെ ജനങ്ങളെ ഈ പരിസ്ഥിതിയുടെയും വനസംരക്ഷണത്തിൻ്റെയും ശത്രുക്കളാക്കി മാറ്റിയത്. ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയ പോലെ അവകാശം കൊടുത്തു. കണ്ടവരൊക്കെ പോയി ആളുകൾ ചെയ്തിരുന്ന കാപ്പി കൃഷിയും തേയില കൃഷിയും മറ്റ് കൃഷിയൊക്കെയുള്ള 100-150 ഏക്കറും ഒക്കെ ₹1 നഷ്ടപരിഹാരം കൊടുക്കാതെ പിടിച്ചെടുത്തൊരു നിയമം കൊണ്ടുവന്നു. ഇഷ്ടമുള്ള പോലെ വനത്തിൻ്റെ അതിർത്തിയിൽ ചിലരുടെ പിടിച്ചില്ല, കാരണം അവർ കൈകാര്യം ചെയ്തു. അതിൻ്റെ ഇപ്പുറത്തുള്ള തോന്നിയതുപോലെ വാങ്ങി. അവസാനം ഈ വനസംരക്ഷണവും കർഷകരും തമ്മിൽ സംഘർഷമുണ്ടാക്കിയ നിയമങ്ങൾ നിങ്ങളുണ്ടാക്കി. ഇപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടി അല്ലേ? ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ. നമുക്കൊരു ലീഗൽ ഒബ്ലിഗേഷൻ ഇല്ലേ? റൈറ്റ് ടു ലീവ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 ഇല്ലേ? ഇവരെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ബാധ്യത ആർക്കാ? നിങ്ങൾക്ക് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിനും ആ ബാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സാർ, കേരളത്തിൽ 29% ഫോറസ്റ്റാണ്. 29 എന്ന് വെച്ചാൽ നാഷണൽ ആവറേജിനേക്കാൾ കൂടുതലാണ്. സാർ, ഒരു ഡീഫോറസ്റ്റേഷനും സമ്മതിക്കേണ്ട, ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെയാണ്. വനം സംരക്ഷിക്കപ്പെടണം സാർ. പക്ഷേ ഇനിയും വനാതിർത്തി വർദ്ധിപ്പിക്കാൻ പോയാലോ? നിങ്ങൾ എത്ര സ്ഥലത്ത് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്? സാധാരണ ആളുകൾ ജീവിക്കുന്ന ഭൂമി വീണ്ടും നോട്ടിഫൈ ചെയ്ത് റിസർവ് ഫോറസ്റ്റ് ആക്കി ഇറക്കാം സാർ. അപ്പം വീണ്ടും ആളുകൾ ശത്രുക്കളാവുകയാണ്, ശത്രുക്കളാവുക. പ്രധാനപ്പെട്ട ടൗണുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഫോറസ്റ്റായിട്ട്, റിസർവ് ഫോറസ്റ്റായിട്ട് ഫോറസ്റ്റുകാരെ എഴുതി നോട്ടിഫിക്കേഷൻ കൊടുക്കുക. നിങ്ങൾ കൊടുത്ത ഉറപ്പ് പല സ്ഥലത്തും പാലിച്ചിട്ടില്ലല്ലോ, പിൻവലിക്കാം എന്ന് പറഞ്ഞ ഉറപ്പ് വല്ലയിടത്തും പാലിച്ചോ? അപ്പോൾ വനസംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ വനാതിർത്തികളിൽ താമസിക്കുന്ന കർഷകരാണ്. അവർ വനത്തിൻ്റെ ശത്രുക്കളല്ല എന്ന് അങ്ങയുടെ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയണം. അതല്ല അവർ ചെയ്യുന്നത്. അവർ നടത്തിയ ക്രൂരകൃത്യങ്ങളെക്കുറിച്ചാണ് നേരത്തെ ഇവിടെ മാത്യു പറഞ്ഞത്. അത് പറയണ്ടേ? അവിടെയുള്ള സംഘർഷമാണ്, ഭീതിയാണ്. വനസംരക്ഷകർ എല്ലാ പരിധിയും വിട്ട് ചെയ്യുകയാണ്. അപ്പോഴാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഈ നിയമം മുഖ്യമന്ത്രിയുടെ അത് പിൻവലിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചു. ഞാനതിനെ സ്വാഗതം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ? ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നു. അന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല. അന്ന് ഈ പിൻവലിക്കപ്പെട്ട വനനിയമത്തിലെ ഓരോ വ്യവസ്ഥകളും അങ്ങ് ന്യായീകരിച്ചു. ഇവിടെ വെച്ച് ന്യായീകരിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് വനം മന്ത്രി ഇന്ന് ഹൗസിൽ പറഞ്ഞത്. ഈ വകുപ്പുകളെ ന്യായീകരിച്ചു. എന്നിട്ട് പറഞ്ഞു ഈ വനനിയമത്തിനെതിരായി സമരമുണ്ടാക്കി കർഷകരെ പ്രകോപിപ്പിക്കാൻ നോക്കി ഞങ്ങളാണ്. അതുകൊണ്ട് ആണ് ഈ വനനിയമം പിൻവലിക്കേണ്ടി വന്നത്. അല്ലാതെ ഈ വനനിയമം കർഷക വിരുദ്ധ നിയമമോ ആദിവാസി വിരുദ്ധ നിയമമോ ആയതുകൊണ്ടല്ല. ഞങ്ങൾ ജനങ്ങളെ ഇളക്കി സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ച് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ഈ വനനിയമം പിൻവലിച്ചത് എന്നാണ് അങ്ങീ സഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി അതല്ല പറഞ്ഞത്. മുഖ്യമന്ത്രി അമിതമായ അധികാരം ഒരു വകുപ്പിലും പാടില്ല എന്നുള്ള നിലപാട്. അമിതമായ അധികാരം ഫോറസ്റ്റ് നൽകിക്കൊണ്ടുള്ള പ്രൊവിഷൻസ് ഈ നിയമത്തിലുണ്ട്. ഞങ്ങളാരും വനനിയമം 1961 വനനിയമത്തിന് അമെൻമെൻറ്റിനെതിരാണോ? എത്ര നിയമം ഇവിടെ മാറ്റി? ഞങ്ങളെതിരായത് എന്തുകൊണ്ടാണ്? അമിതമായ അധികാരം ഉദ്യോഗസ്ഥന്മാർക്ക്. നമ്മുടെ ഭാരതീയ തത്വസംഹിതയും ന്യായസംഹിതയും ഒക്കെയുള്ള നിയമത്തിലുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ഒരു അധികാരം ഈ ഉദ്യോഗസ്ഥർക്ക് കൊടുത്താൽ വീണ്ടും പാവപ്പെട്ട കർഷകരും ആദിവാസികൾ, വനാവകാശ നിയമമുണ്ട്, പാർലമെൻറ്റ് പാസ്സാക്കിയ വനാവകാശ നിയമമുണ്ട്. ആ വനാവകാശ നിയമത്തിൻ്റെ
പ്രിൻസിപ്പലിന് പോലും എതിരായി ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ എതിർത്തു, നിങ്ങളത് പിൻവലിച്ചു. ഞങ്ങൾ ആ കാര്യം കൂടി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചത്. തീർച്ചയായും ശരിയാണ്. പക്ഷേ അന്നിപ്പോഴും ഒരവസരം കിട്ടിയാൽ ഈ ബില്ല് കൊണ്ടുവരും എന്നുള്ള ലൈനിലാണ് ഇവിടെ സംസാരിച്ചത്. അത് ഞങ്ങൾ സൂക്ഷിച്ചിരിക്കും. ഈ ബില്ല് പാസ്സാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ നിലപാടതാണ്. ഒരു കാരണവശാലും ആ ബില്ല് പാസ്സാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ പറഞ്ഞു ഭയങ്കര ആയിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് സർ. പൂവർ എക്സ്പെൻഡിച്ചർ കിട്ടിയ പൈസ പോലും ചെലവാക്കുന്നില്ല. ഈ ആളുകളെ രക്ഷിക്കണ്ടേ സർ? പ്ലാൻ സ്പേസിൽ 48.85 കോടി വകയിരുത്തിയത് ഇന്ന് നോക്കുമ്പോൾ 48% പോലും ചെലവാക്കിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എന്താ മിണ്ടിക്കഴിഞ്ഞാൽ പറയണ സോളാർ വേലി, ആന കിടങ്ങ്, ആന പ്രതിരോധ മതിൽ, സോളാർ തൂക്കവേലി, ഒരുപാട് പരിപാടികളുണ്ട്. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ക്രാഷ് ഗാർഡ് വേലി 0 ചെലവാക്കിയിരിക്കുന്നത്, കന്മതിൽ 0, റെയിൽവേലി 0, ചുറ്റുമതിൽ 0, ഇരുമ്പ് വേലി 0. ഒരു കാര്യത്തിലും പൈസ മുടക്കുന്നില്ല സാർ, ഒരു കാര്യത്തിലും പൈസ മുടക്കുന്നില്ല. 2023-24 ചെലവഴിച്ച തുക 3.1 കോടിയായി ചുരുങ്ങി. ഒരുവിധ സംവിധാനം നേരത്തെ പാറളത്തൊക്കെ മതിൽ കെട്ടുമായിരുന്നു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ചാലക്കുടി, വാഴച്ചാൽ, മലയാറ്റൂർ ഡിവിഷനുകളിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ 13.5 കോടി നബാർഡ് 2023 അനുവദിച്ചതാണ്. സർ, ഇതുവരെ ടെൻഡർ നടപടികൾ സ്വീകരിച്ച് ഈ വർക്ക് തുടങ്ങിയിട്ടില്ല. അത് ആ പ്രദേശത്തെ ഒരു പരിപാടിയും, അതായത് ജനങ്ങളെ ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും നടക്കുന്നില്ല. സർ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ മൃഗങ്ങളും ഇറങ്ങാണ്. അങ്ങ് പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല, പ്രതിപക്ഷ നേതാവിനും രമേശിക്കും അറിയാമെന്നാണ് പറഞ്ഞത്. അതായത് ആരാണ് കാട്ടിൽ പോയി ആനയെയും സിംഹത്തെയും പുലിയെയും കടുവയെയും കേരളത്തിൻ്റെ വനത്തിനകത്ത് ആക്രമിക്കുന്നത്? സാർ, ഞാൻ കരുതുന്നത്, ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അഭിനന്ദിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വർഷങ്ങളായി, ഇപ്പോൾ മാത്രമല്ല, ഈ പോച്ചിങ് എന്ന് പറയുന്ന പരിപാടി ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് അവസാനിപ്പിച്ചത്. അവരുടെ കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ, പിന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഫോറസ്റ്റ് ഗാർഡുകൾ, അവർ വനസംരക്ഷണം, ഇപ്പോൾ പോച്ചിങ് നടക്കുന്നില്ല. വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള നടക്കും. ഇപ്പം ആരാണ് സാർ കാട്ടിപ്പോയി ആനയെ ആക്രമിച്ച് നാട്ടിലേക്ക് വിടുന്നത്? അങ്ങിതൊക്കെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് കടുവ വരുന്നത്? ഇപ്പോൾ ഞാനൊരു ദിവസം വയനാട്ടിൽ ചെന്നപ്പോൾ 5 കടുവ ബത്തേരിയിലുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? 354 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ കാടിൻ്റെ വിസ്തീർണം വയനാട്ടിൽ. ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരു കടുവയ്ക്ക് 20 സ്ക്വയർ കിലോമീറ്റർ വേണം. വേറെ ആണുങ്ങളെ ആരെയും അതിൻ്റെ അകത്തേക്ക് കയറ്റില്ല. ഒറ്റയാൾ ടെറിട്ടോറിയൽ ആനിമലാണ് കടുവ. ആണുങ്ങളെ അകത്തേക്ക് കയറ്റില്ല. മരത്തിൽ മാർക്ക് ചെയ്ത് വയ്ക്കും, ഒരാളും കയറില്ല. അവിടെ 150-ലധികം കടുവകളുണ്ട്. 150-ലധികം കടുവകൾക്ക് ശരിക്കും പറഞ്ഞാൽ 3000 സ്ക്വയർ ഫീറ്റ് വേണം. ആ 3000 സ്ക്വയർ ഫീറ്റ് വേണ്ട സ്ഥലത്ത്, വന വിസ്തൃതി വേണ്ട സ്ഥലത്ത്, അവിടെ 150 കടുവകൾക്ക് അത് അല്ല, ഒരു 20 സ്ക്വയർ കിലോമീറ്റർ മാത്രം ആണ് ഒരു കടുവയ്ക്ക് വേണ്ടത്. അവിടെ ഉള്ളത് 350 ഉള്ളൂ. 3000 വേണ്ടെടുത്ത് 3000 സ്ക്വയർ കിലോമീറ്റർ വേണ്ടെടുത്താൽ അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒറ്റയ്ക്ക് പ്രായം ചെന്ന കടുവകൾ ഉള്ള ആ ടെറിട്ടറിയിലേക്ക് കടന്ന് അവരെ പറ്റാത്ത കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങും. നാട്ടിലേക്ക് ഇറങ്ങി കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെ, പട്ടിയെ, ആടിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അവർക്ക് ഇരപിടിക്കാൻ പറ്റില്ല. ഇരപിടിക്കാൻ പറ്റും സാർ. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. അല്ലാതെ ആരെങ്കിലും ചെന്ന് അവിടെ ചെന്ന് വെടിവെച്ച് കടുവയെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഓടിക്കുന്നതല്ല. ആന ഒറ്റയാനായി പുറത്തേക്ക് ഇറങ്ങും, ഭക്ഷണമില്ലാതെ ഇറങ്ങും. കാട്ടിൽ പണ്ട് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു, ഈ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ വൈൽഡ് ലൈഫ് ആക്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, വൈൽഡ് ലൈഫ് ആക്ട് കേന്ദ്രത്തിൻ്റെയാണ്. ഇതിൻ്റെ അകത്ത് ഭേദഗതികൾ വേണം. ഞങ്ങളുടെ നിലപാടതാണ്, ഭേദഗതികൾ വേണം. കള്ളിങ്ങനെയുള്ള അവകാശം കൊടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നിങ്ങളുടെ നിസ്സംഗത എന്ന് പറയുന്നത്, ഞാൻ അവസാനിപ്പിക്കും, നിങ്ങളുടെ നിസ്സംഗത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള കാര്യമല്ല. നിസ്സംഗതയാണ്.
അതായത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കാട്ടിൽ നിന്ന് ആനയും പുലിയും കടുവയും ഇറങ്ങുന്നു. ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ മൃഗങ്ങളെ തിരിച്ചോടിക്കാൻ, ഈ ജനപ്രദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള ഒരുപാട് പുതിയ ആധുനികമായ സങ്കേതങ്ങൾ നടപ്പെടുന്നുണ്ട്. വാൽപ്പാറ ആന ഇറങ്ങില്ല. ഇപ്പോൾ വാൽപ്പാറ നമ്മുടെ അയൽ സംസ്ഥാനമാണ്. ഭയങ്കരമായ ആനശല്യമുള്ള സ്ഥലങ്ങളാണ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങളുടെ വകുപ്പ് ഈ പുതിയ സങ്കേതങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്ക് വന്യജീവികൾ കടക്കാതിരിക്കാൻ ഉള്ള പുതിയ എന്ത് സങ്കേതങ്ങളാണ് നിങ്ങൾ എവിടെയാണ് സ്വീകരിച്ചത്? നിങ്ങൾ പഴയ നടപടികളും ചെയ്യുന്നില്ല, നിങ്ങൾ പുതിയ നടപടികളും ചെയ്യുന്നില്ല. എന്നിട്ട് ആരോ പറഞ്ഞ കണക്ക് വെച്ച് ഇത് കുറഞ്ഞു വരികയാണ്. സാർ, ഭീതിയിലാണ്. ഒന്ന്, കാർഷിക മേഖല തകർന്നു. ഈ ബഫർ സോണിൻ്റെ വിഷയമൊന്നും തീർന്നിട്ടില്ല. ഞാൻ സമയമില്ലാത്തതുകൊണ്ടും നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ബഫർ സോണിൻ്റെ വിഷയത്തിൽ ഇപ്പോഴും കൺഫ്യൂഷനാണ്, വലിയ കൺഫ്യൂഷനാണ്. ഗവൺമെൻറ് വേണ്ട രീതിയിൽ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അങ്ങ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ബഫർ സോണിൻ്റെ വിഷയം, ഭൂമി പ്രശ്നങ്ങൾ, അതുപോലെ കാർഷിക മേഖലയിലെ തകർച്ച, വിലയിടിവ്, ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങൾ, അതിനോടൊപ്പം കൂനിന്മേൽ കുരു പോലെ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യം. സാർ, മലയോര ജനത സങ്കടത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ UDF-ൻ്റെ നേതൃത്വത്തിൽ ഈ 25-ാം തീയതി മുതൽ ഫെബ്രുവരി 5-ാം തീയതി വരെ മലയോര സമരയാത്ര നടത്തുന്നത്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് സമരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ സമരം ചെയ്ത്, നേടിയെടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നേടിയെടുത്ത് മലയോര ജനതയോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സമര പരിപാടിയാണ്. സാർ, അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയം ഗൗരവത്തോടു കൂടി കൊണ്ടുവന്നത്. അതിനോട് ലാഘവത്വത്തോടു കൂടിയ മറുപടി, ഗൗരവമില്ലാത്ത മറുപടി, ഒന്നും ചെയ്യില്ല എന്നുള്ള തീരുമാനം, അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും.